ഹായ് ഓൾ. ലോകത്ത് ഒരുപാട് തരം ചികിത്സകളുണ്ട്. മരുന്നുള്ള ചികിത്സകളുണ്ട്, മരുന്നില്ലാത്ത ചികിത്സകളുണ്ട്. ഈ മരുന്നില്ലാത്ത ചികിത്സയില് ലോകത്ത് ഏറ്റവും അധികം വളരെ വേഗത്തിൽ പ്രചാരം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ് അക്യുപങ്ചർ. അപ്പോൾ ഒരു അക്യുപങ്ചർ ചികിത്സക എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ആർക്കാണ് അക്യുപങ്ചർ ചികിത്സ വേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അക്യുപങ്ചർ ചികിത്സ സ്വീകരിക്കേണ്ടത്? മരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത, മരുന്നില്ലാത്ത ചികിത്സ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉള്ളതാണ് അക്യുപങ്ചർ ചികിത്സ എന്നുള്ളത്. ഏത് ചികിത്സയ്ക്കും അതിൻ്റെതായ ഒരു വ്യക്തമായ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു തനതായ ശൈലി ഉണ്ടാവും. അലോപ്പതിക്കാണെങ്കിൽ അതിൻ്റെതായ ഡയഗ്നോസ് മെത്തഡുകളുണ്ട്, രാസക്കൂട്ടുകൾ മരുന്നായിട്ടുണ്ട്, അങ്ങനെ ഒരു വഴി. ഹോമിയോ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, ഡയഗ്നോസിസ്, മെഡിസിൻ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. ആയുർവേദ ആണെങ്കിലും അത്തരത്തിൽ തന്നെ വാതപിത്ത കഫദോഷങ്ങളെ അടിസ്ഥാനമാക്കി ഡയഗ്നോസ് ചെയ്ത് ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചികിത്സ. അക്യുപങ്ചറിൽ വരുന്ന സമയത്ത് ഡയഗ്നോസിസ് മെത്തേഡ് പലതരമുണ്ട്. ആ ഡയഗ്നോസിസ് മെത്തേഡൊക്കെയും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനോ അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള പ്രയാസങ്ങളെയോ അല്ല ആ ഡയഗ്നോസ് മെത്തേഡുകൾ ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഫിസിക്കലി വന്നിരിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണങ്ങളുണ്ട്. അതിന് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഇംബാലൻസ് എന്ന് വളരെ ചുരുക്കി പറയാം. ആ പ്രയാസങ്ങൾ നീങ്ങുന്നതോടുകൂടി ഈ ഫിസിക്കലി ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതാണ് അക്യുപങ്ചർ ചികിത്സയുടെ അടിസ്ഥാന വസ്തുത. അപ്പോ ഒരു അക്യുപങ്ചർ ചികിത്സ തേടി വരുന്ന ഒരു രോഗി, ആ രോഗി മരുന്ന് നിർത്താൻ ഇഷ്ടപ്പെടുന്ന രോഗിയാണെങ്കിൽ മാത്രമേ അയാളുടെ പ്രയാസം കുറഞ്ഞാലും അയാൾ മരുന്ന് നിർത്തുകയുള്ളൂ. ഇനി അയാളുടെ പ്രയാസം കുറഞ്ഞാൽ അയാൾ മരുന്ന് നിർത്തി അല്ലെങ്കിൽ മരുന്ന് പൂർണ്ണമായും ഒഴിവാക്കി സുഖമായി ജീവിക്കുന്നതിന് ആർക്കാണ് എതിർപ്പ്? എന്തിനാണ് എതിർപ്പ്? നമ്മുടെ നാട്ടില് അതിനുള്ള അവകാശമില്ലേ ഓരോ പൗരനും? നിങ്ങൾക്ക് അക്യുപങ്ചർ ചികിത്സ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അക്യുപങ്ചർ ചികിത്സ ചെയ്യണ്ട. നിങ്ങൾക്ക് അക്യുപങ്ചർ ചികിത്സ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അക്യുപങ്ചർ ചികിത്സ ചെയ്യൂ. എന്തായാലും മറ്റുള്ള, അതായത് മരുന്ന് കൊടുത്ത് ചികിത്സ ചെയ്യുന്ന ചികിത്സകളെക്കാൾ ഒരു പടി മുമ്പിൽ തന്നെയാണ് അക്യുപങ്ചർ എന്നത് ഒരു വസ്തുത തന്നെയാണ്. അക്യുപങ്ചർ ചികിത്സ കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒന്നും സംഭവിക്കാനില്ല, ആ സൂചിയിലൊന്നും തന്നെ ഇല്ല. അവിടെ രോഗശമനം സാധ്യമാകുന്നത് നിങ്ങളുടെ ഊർജ സംവിധാനം തന്നെയാണ്, നിങ്ങളുടെ ഊർജ സംവിധാനത്തിലൂടെ തന്നെയാണ്. അപ്പോ അക്യുപങ്ചർ ചികിത്സ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യട്ടെ. അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്, അതിലൂടെ മാത്രമേ ഒരു അക്യുപങ്ചർ ചികിത്സകന് ചികിത്സ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് തുടരണോ വേണ്ടയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സ ചെയ്യണോ, അല്ലെങ്കിൽ മരുന്ന് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയോ, മരുന്ന് തുടരണോ വേണ്ടോ എന്നുള്ളത് പേഷ്യന്റിന്റെ തീരുമാനമാണ്. സ്വാഭാവികമായും അക്യുപങ്ചർ ചികിത്സയുടെ റിസൾട്ട് കാരണം പല അസുഖങ്ങളും കുറയുന്നതോടുകൂടി പേഷ്യൻസ് തന്നെ മെഡിസിൻസ് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതാണ് കാണുന്നത്. ഇനി മരണം എന്നുള്ളത്, എനിക്ക് എൻ്റെ ജീവനോ മരണത്തിനോ ഒരു ഗ്യാരണ്ടിയുമില്ല. ആർക്കാണ് ഈ ലോകത്ത് ഗ്യാരണ്ടി ഉള്ളത്? അലോപ്പതി ഡോക്ടർക്കുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർക്കുണ്ടോ? ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കാലൻ മാറി നിൽക്കും എന്ന് ഗ്യാരണ്ടി ഉണ്ടോ? മരണത്തിന് ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജീവിതത്തിന് ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ആകെ കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ആശ്വാസം ലഭ്യമാകും എന്നുള്ളതാണ്. മരണത്തെ മാറ്റിവെക്കാൻ വേണ്ടി ആരെങ്കിലും ചികിത്സ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ഒരു ചരിത്രവും ഇല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എവിടെയും മരണത്തിന് ചികിത്സ എവിടെയും ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കാലനില്ലാത്ത കാലമായി എന്നേ ഭൂമി മാറിയേനെ.